ഹലോ ഡിയർ ഫ്രണ്ട്സ്, PSC പരീക്ഷയ്ക്ക് വേണ്ട മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയിൽ നിന്നും ക്ലോക്ക്, സമയം, കോണളവ്, പ്രതിബിംബം, അതായത് ടൈം, ആംഗിൾ, റിഫ്ലക്ഷൻ, ഈ ടോപ്പിക്കിൽ നിന്നും പ്രധാനമായി ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഇവിടെ നോക്കാം. എല്ലാ PSC പരീക്ഷയ്ക്കും ഈ ക്ലോക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമ്മൾക്ക് ഇന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായി പഠിക്കാം. നമ്മൾ ഈ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ടോപ്പിക്കിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഓഡ് മാൻ ഔട്ട്, സംഖ്യാവലോകന പ്രശ്നം, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം എന്ന് പറഞ്ഞാൽ സെൻസ് ഓഫ് ഡിറക്ഷൻ, ക്ലോക്കിലെ സമയവും കോണളവും, ടൈം ആൻഡ് ആംഗിൾ, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, ടൈം ഇൻ എ ക്ലോക്ക് ആൻഡ് ഇറ്റ്സ് റിഫ്ലക്ഷൻ, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി തുടങ്ങി ഒട്ടേറെ സംഗതികൾ നമ്മൾക്ക് മെൻ്റൽ എബിലിറ്റി ആൻഡ് മാത്സ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അതിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ക്ലോക്ക്, സമയം, കോണളവ്, പ്രതിബിംബം. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് നല്ലതുപോലെ മനസ്സിലാക്കുക. ഞാൻ വിത്ത് എക്സാമ്പിൾ ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നതാണ്. നമ്മൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും? ക്ലോക്ക് നമ്മൾക്കറിയാം, അതിൽ മണിക്കൂർ സൂചി ഉള്ളതറിയാം. അത് ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലോക്കിൻ്റെ ഡയൽ ഒരു വൃത്തമാണല്ലോ. ആ വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് 360 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം. ക്ലോക്കിലെ ഡയല് വൃത്തത്തിൻ്റെ ഡിഗ്രി അളവ് 360 ഡിഗ്രിയാണ്. ക്ലോക്കിലെ മണിക്കൂർ സൂചി 12 മണിക്കൂർ കൊണ്ടാണ് ഒരു പ്രദക്ഷിണം വയ്ക്കുന്നതെന്ന് നമ്മൾക്ക് അറിയാം. 1, 2, 3 എന്ന് പറഞ്ഞ് 12 o'clock ആകുമ്പോൾ ഒരു പ്രദക്ഷിണം വയ്ക്കും. അടുത്ത് ഒരു 12 o'clock ആകുമ്പോൾ രണ്ടാമത്തെ പ്രദക്ഷിണം വയ്ക്കും. അപ്പോൾ നമ്മൾക്ക് ഒരു ദിവസമാകുമെന്ന് നമ്മൾക്കറിയാം. അപ്പോൾ മണിക്കൂർ സൂചി 12 മണിക്കൂറിൽ 360 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും? 360 ഡിവൈഡഡ് ബൈ 12 ഡിഗ്രി തിരിയും. അതായത് 30 ഡിഗ്രി തിരിയും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് തിരിയുന്നത് എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി മാറും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര ഡിഗ്രി തിരിയും? നമ്മൾക്ക് അറിയാം, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 12 മണിക്കൂറാണ് ഒരു പ്രാവശ്യം തിരിഞ്ഞു വരുന്നത്. പിന്നെയും ഒരു പ്രാവശ്യം 12 മണിക്കൂർ തിരിഞ്ഞു വരുമ്പോഴാണ് ഒരു ദിവസം ആകുന്നത്. അപ്പോൾ 24 മണിക്കൂർ കറങ്ങി വന്നാൽ മാത്രമേ നമ്മൾക്ക് ഒരു ദിവസം ആകുകയുള്ളൂ. ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര ഡിഗ്രി തിരിയുമെന്ന് ചോദിച്ചാൽ 12 മണിക്കൂർ തിരിയാൻ 360 ഡിഗ്രി എടുക്കും. അപ്പോൾ 24 മണിക്കൂർ തിരിയാൻ എത്ര ഡിഗ്രി എടുക്കും? 360 × 2, അതായത് 720 ഡിഗ്രി മാറി നിൽക്കും എന്ന് നമ്മൾക്കറിയാം. ഇത് അല്ലാതെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, ഒരു മണിക്കൂറിൽ 360 ഡിവൈഡഡ് ബൈ 12 30 ഡിഗ്രിയാണ് തിരിയുന്നതെന്ന്. അപ്പോൾ ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി തിരിഞ്ഞാൽ 24 മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും? 24 × 30 720. ഈ രണ്ട് രീതിയിലും ഇത് കണ്ടുപിടിക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം 720 ഡിഗ്രിയാണ് തിരിയുന്നത്. അതായത് 720 ഡിഗ്രി മാറി നിൽക്കും. തേർഡ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി, നമ്മൾ നേരത്തെ നോക്കിയത് മണിക്കൂർ സൂചി ആയിരുന്നു, ഇത് മിനിറ്റ് സൂചി, ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി നീങ്ങി നിൽക്കും? ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി നീങ്ങി നിൽക്കും? നമ്മൾക്കറിയാം, മിനിറ്റ് സൂചി ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് ഒരു മണിക്കൂർ കൊണ്ടാണ്. അതായത് ഒരു മിനിറ്റ് സൂചി ഒരു മണിക്കൂറിൽ 360 ഡിഗ്രി നീങ്ങി നിൽക്കും. അറിയാലോ, ഒരു മണിക്കൂർ കൊണ്ടാണ് ഒരു മിനിറ്റ് സൂചി ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഒരു മണിക്കൂറിൽ 360 ഡിഗ്രിയാണ് നീങ്ങി നിൽക്കുന്നത്, തിരിഞ്ഞു വരുന്നത്. അപ്പോൾ 60 മിനിറ്റാണ് ഒരു മണിക്കൂറെന്നറിയാം. അപ്പോൾ 60 മിനിറ്റിൽ 360 ഡിഗ്രിയാണ് നീങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാകും. അപ്പോൾ 60 മിനിറ്റിൽ 360 ഡിഗ്രി നീങ്ങി നിൽക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ എത്ര ഡിഗ്രി നീങ്ങി നിൽക്കും? 360 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി നീങ്ങി നിൽക്കും.
അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി 1 മിനിറ്റിൽ 6 ഡിഗ്രി നീങ്ങി നിൽക്കും. 4th ക്വസ്റ്റ്യൻ, മണിക്കൂർ സൂചി 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? നമ്മൾ നേരത്തെ നോക്കി മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും എന്ന് നോക്കി. ഇവിടെ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും എന്നാണ് ക്വസ്റ്റ്യൻ. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും എന്ന് നമ്മൾ നേരത്തെ കണ്ടു. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ തിരിയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. 60 മിനിറ്റിൽ 30 ഡിഗ്രിയാണ് തിരിയുന്നത്. അപ്പോൾ 1 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയും? 30/60 എന്ന് പറഞ്ഞാൽ 1/2 ഡിഗ്രി മാത്രമേ തിരിയുകയുള്ളൂ. അത് മണിക്കൂർ സൂചി 1 മിനിറ്റിൽ തിരിയുന്നതാണ്. മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി 1/2 ഡിഗ്രി മാത്രമേ തിരിയുകയുള്ളൂ. 5th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിക്ക് 1 ഡിഗ്രി ചുറ്റാൻ എത്ര മിനിറ്റുകൾ വേണ്ടിവരും? ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിക്ക് 1 ഡിഗ്രി ചുറ്റാൻ എത്ര മിനിറ്റുകൾ വേണ്ടിവരും? നമ്മൾ നേരത്തെ കണ്ടു ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രിയാണ് ചുറ്റുന്നതെന്ന്. ഇവിടെ 1 ഡിഗ്രി ചുറ്റാൻ എത്ര മിനിറ്റുകൾ വേണ്ടി വരുമെന്നാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 1/2 ഡിഗ്രി ചുറ്റുമെങ്കിൽ 1 ഡിഗ്രി ചുറ്റാൻ 2 മിനിറ്റ് വേണ്ടി വരുമെന്ന് നമുക്കറിയാമല്ലോ. മണിക്കൂർ സൂചി 1 മിനിറ്റിൽ 1/2 ഡിഗ്രി നീങ്ങും. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടു. അപ്പോൾ 1 മിനിറ്റിൽ 1/2 ഡിഗ്രി നീങ്ങി നിന്നാൽ 2 മിനിറ്റിൽ അത് 1 ഡിഗ്രി നീങ്ങി നിൽക്കും. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിക്ക് 1 ഡിഗ്രി നീങ്ങി നിൽക്കാൻ 2 മിനിറ്റ് വേണ്ടി വരും. എന്നുവെച്ചാൽ 1 മിനിറ്റ് കൊണ്ട് 1/2 ഡിഗ്രി അല്ലേ മാറുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് വേണം 1 ഡിഗ്രി മാറി നിൽക്കാൻ. 6th ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ദിവസം എത്ര സെക്കൻഡുകൾ ഉണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ഒരു ദിവസം എത്ര സെക്കൻഡുകളുണ്ട്? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറാണെന്ന് നമുക്കറിയാം. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണെന്നറിയാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡാണെന്നും അറിയാം. അപ്പോൾ 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അപ്പോൾ 24 × 60 മിനിറ്റാണ് അത്. 24 × 60 × 60 സെക്കൻഡാണ്. 1 മിനിറ്റ് 60 സെക്കൻഡാണല്ലോ. അപ്പോൾ 24 × 60 × 60 സെക്കൻഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 86,400 സെക്കൻഡുകൾ ഉള്ളതായിട്ട് കാണാം. ഒരു ദിവസം 86,400 സെക്കൻഡുകൾ കാണും. നിങ്ങളിത് എൻ്റെ ഈ വീഡിയോ 2-3 പ്രാവശ്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കാൽക്കുലേഷൻ്റെ കൂടി ആവശ്യം വരില്ല. ജസ്റ്റ് ഓർത്തങ്ങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. 7th ക്വസ്റ്റ്യൻ നോക്കാം. ക്ലോക്കിൽ സമയം 8:20. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് എത്ര? 8:20 സമയം. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് എത്ര എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 8:20 എന്ന് പറയുമ്പോൾ ഇവിടെ മണിക്കൂർ 8 മിനിറ്റ് 20. കോണളവ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. 30h - 11/2 മിനിറ്റ് എം. 30h - 11/2 എം എന്ന് പറഞ്ഞാൽ 30 അവർ - 11/2 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ 8. അപ്പോൾ 30 അവർ എന്ന് പറഞ്ഞാൽ 30 × 8. 11/2 മിനിറ്റിൽ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 20 അപ്പോൾ 11/2 × 20 നമ്മളുടെ മിനിറ്റ് എന്നറിയാം. അപ്പോൾ ഇവിടെ കോണളവ് നമ്മൾക്ക് ഏറ്റവും മാക്സിമം കോണളവ് 180 ഡിഗ്രിയേ വരുള്ളൂ. അത് കഴിഞ്ഞ് എക്സീഡ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ 360 ഡിഗ്രിയിൽ നിന്നും അത് കുറച്ചാണ് എഴുതാറ്. 180 കഴിഞ്ഞ് പിന്നെ 190, 200 അങ്ങനെ എടുക്കില്ല, ഓപ്പോസിറ്റായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് 360 നിന്നും കുറയ്ക്കണതേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർമുലയിൽ ഇത് അപ്ലൈ ചെയ്യാം. 8:20 എന്നുള്ളത് 30h - 11/2 എം എന്ന് പറയുമ്പോൾ 30 × 8 - 11/2 × 20 മിനിറ്റ് 20 ആണല്ലോ. അപ്പോൾ 30 × 8 എത്രയാണ്? 240 - 11/2 × 20. 2ഉം 20 ക്യാൻസൽ ചെയ്യുമ്പോൾ 10 കിട്ടും. 11 × 10 എന്ന് പറയുമ്പോൾ 110 കിട്ടും. 240 - 110 എന്ന് പറയുമ്പോൾ 130 ഡിഗ്രി. അപ്പോൾ നമ്മളുടെ
ക്ലോക്കിൽ 8:20 സമയമെങ്കിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തീർക്കുന്ന കോണളവ് 130 ഡിഗ്രിയാണ്. 130 ഡിഗ്രി. 8th ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ 180 ഡിഗ്രിയിൽ കൂടുതൽ നമ്മൾക്ക് കോണളവ് ആൻസർ വരുന്ന കാരണം 360 ഡിഗ്രിയിൽ നിന്നും നമ്മൾ കുറച്ച് എഴുതുന്ന മെത്തേഡാണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. വാച്ചിൽ സമയം 10:10. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര എന്നതാണ്. സമയം 10:10, മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അപ്പോൾ നമ്മളുടെ ഫോർമുല അറിയാമല്ലോ, 30h - 11/2m. അപ്പോൾ 30, ഇവിടെ h എത്രയാണ്? 10. അപ്പോൾ 30 × 10 - 11/2 m എത്രയാണ്? 10. അപ്പോൾ 30 × 10 - 11/2 × 10 എന്ന് കിട്ടും. 30 × 10 എത്ര? 300. 11/2 × 10 എത്ര? 55. അപ്പോൾ 300 - 55 നമ്മൾക്ക് 245 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ കോണളവ് 180 ഡിഗ്രിയിൽ കൂടുതൽ വന്നതിനാൽ നമ്മൾ 360 ഡിഗ്രിയിൽ നിന്ന് അത് കുറയ്ക്കണം. അപ്പോൾ 360 - 245 എത്രയാണ്? 115 ഡിഗ്രി. അപ്പോൾ 10:10 ആണ് സമയമെങ്കിൽ നമ്മളുടെ കോണളവ് 115 ഡിഗ്രിയാണ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നേരത്തെ പോലെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് നെഗറ്റീവ് ഒരു സംഖ്യയായിട്ട് വരും. പക്ഷേ നമ്മളിവിടെ കോണളവ് കണ്ടുപിടിക്കുമ്പോൾ നെഗറ്റീവ് സംഖ്യ വരിക എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് വരും എന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ സൈൻ ഇടേണ്ട കാര്യമില്ല. നെഗറ്റീവ് സംഖ്യ വന്നാലും അത് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാം. അതിന് എക്സാമ്പിളാണ് അടുത്ത ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോളൂ. സമയം 7:40. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ ഉള്ള കോണളവ് എത്ര? സമയം 7:40. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അപ്പോൾ നമ്മളുടെ ഫോർമുല ഓർമ്മയുണ്ടല്ലോ, 30h - 11/2m എന്ന് പറഞ്ഞാൽ 30 × ഇവിടെ അവർ എത്രയാണ്? 7. 30 × 7 - 11/2m എത്രയാണ്? 40. അപ്പോൾ 30 × 7 എത്ര കിട്ടും? 210. 11/2 × 40 എത്ര കിട്ടും? 220. 210 നിന്ന് 220 പോകുമ്പോൾ നമ്മൾക്ക് -10 ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിഹ്നം ഇവിടെ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അത് കാരണം 10 ഡിഗ്രി. അപ്പോൾ സമയം 7:40 എന്ന് പറഞ്ഞാൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് 10 ഡിഗ്രി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാച്ചിൽ സമയം 7 മണി. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ്. നമ്മൾ ഫോർമുല കൂടി അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. കാരണം 7 മണി എന്ന് പറയുമ്പോൾ 7ഉം ആ 12ൽ സ്ട്രെയിറ്റായി നിൽക്കുമല്ലോ. അപ്പോൾ നമ്മൾക്ക് ആ കോണളവ് കണ്ടുപിടിക്കാൻ 7ൻ്റെയും 12ൻ്റെയും ഇടയിലുള്ള ആ കോണളവ് മാത്രം നോക്കിയാൽ മതി. ഇപ്പം 10 ഡിഗ്രി, 12 10 അല്ലെങ്കിൽ 7 10, 720 എന്നൊക്കെ പറയുമ്പോൾ മാത്രമാണ് ആ 7 എന്നുള്ള സ്ഥലത്ത് നിന്നും സൂചി അല്പം മാറുന്നതും മറ്റ് മിനിറ്റ് സൂചി 20ലോട്ട് അല്ലെങ്കിൽ 30ലോട്ട് ഏത് സമയത്തിലോട്ടെന്ന് വെച്ചാൽ തിരിയുന്നതും. അപ്പോൾ നമ്മൾക്ക് എക്സാക്റ്റ് ആ 7 എന്ന പോയിൻ്റ് പിടിക്കാൻ കിട്ടില്ല. 7ൽ നിന്നും സൂചി മാറിയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചാലേ നമ്മൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. പക്ഷേ എക്സാക്റ്റ് 7 എന്ന് പറയുമ്പോൾ നമ്മൾക്കിവിടെ 7ൽ നിന്നും സൂചി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് 7നും 12നും ഇടയിലുള്ള ആ കോണളവ് കറക്റ്റായി കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ 7 മണിക്കൂറിൽ നിന്ന് 8 മണിക്കൂറിലോട്ട് പോകുമ്പോൾ 30 ഡിഗ്രിയാണ് കോണളവ് എന്ന് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോത് മാറുമ്പോഴും 30 ഡിഗ്രിയാണ് മാറുന്നത് എന്ന് വെച്ച് നമ്മൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സമയം 7 മണി എന്ന് പറയുമ്പോൾ 7ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ, 5 മണിക്കൂർ. ആ 5 × 30 150 എന്ന് നമ്മൾക്ക് ഈ ഫോർമുല ഇല്ലാതെ തന്നെ കണ്ടുപിടിക്കാം. പക്ഷേ ഫോർമുല വഴി കണ്ടുപിടിച്ചാലും കറക്റ്റ് ആൻസർ അത് തന്നെ ആണ് കിട്ടുന്നത്. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ വായിക്കാം. വാച്ചിൽ സമയം 7 മണി. മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? സമയം ഇപ്പം മണിക്കൂറിൽ മാത്രമാണ്, മിനിറ്റൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 30h എന്ന് മാത്രം എടുത്താൽ മതി. -11/2m എന്നുള്ളത് വേണ്ട. അപ്പോൾ 30h എന്ന് മാത്രം എടുക്കാം. അപ്പോൾ ഇവിടെ h എന്ന് പറഞ്ഞാൽ 7 ആണ്.
അപ്പോൾ കോണളവെന്ന് പറയുന്നത് 30 × 7 എന്ന് പറഞ്ഞാൽ 210 അപ്പോൾ 210 എന്ന് വന്നാൽ നമ്മൾക്കറിയാം 180 ഡിഗ്രിയിൽ കൂടുതൽ വന്നാൽ 360 നിന്ന് കുറയ്ക്കണമെന്ന്. അപ്പോൾ 210 360 നിന്ന് കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് 150 ഡിഗ്രി എന്ന് കിട്ടും. ഈ 30H എന്നുള്ള കാൽക്കുലേഷൻ്റെ പോലും ആവശ്യം ഇവിടെ ഇല്ല. ആ 7ഉം 12ഉം തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ടല്ലോ 5, ആ 5ഉം 1 മണിക്കൂർ തിരിയുമ്പോൾ 30 ഡിഗ്രി ആണെന്ന് ഓർത്തിരുന്നാൽ 30 × 5 എന്നുള്ള കാൽക്കുലേഷൻ വെച്ച് ചെയ്യാം. പക്ഷേ മറ്റത് 30 ഡിഗ്രി ആണ് 1 മണിക്കൂർ തിരിയുമ്പോൾ ഒന്ന് ഓർത്തിരിക്കണം. അല്ലെങ്കിൽ 30H എന്നുള്ള ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ച് എഴുതുക. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അല്പം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം നമ്മൾ 12 മണിക്കും 1 മണിക്കും ഇടയിലാണ് കോണളവ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഈ 30H എന്നുള്ളത് നമ്മൾ എടുക്കില്ല. വെറുതെ 11/2m എന്ന ഫോർമുല മാത്രം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. കാരണം 12 മണി കഴിഞ്ഞാൽ അടുത്ത 1 മണിയാണല്ലോ. അപ്പോൾ നമ്മൾക്ക് അത് 12 മണിയൊന്നും എടുക്കാൻ കഴിയില്ല, 1 മണിയൊന്നും എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മളത് 30H എന്നുള്ളത് നമ്മൾ എടുക്കാറില്ല. 11/2m എന്നത് മാത്രമേ 12 മണിക്കും 1 മണിക്കും ഇടയിലുള്ള സമയം പറയുകയാണെങ്കിൽ എടുക്കുകയുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിൽ ഓർക്കണം. ക്വസ്റ്റ്യൻ വായിക്കാം. ക്ലോക്കിൽ സമയം 12:20 ആയാൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? അപ്പോൾ 12:20 എന്ന് പറയുമ്പോൾ നമ്മൾ 30H എന്നുള്ളത് ആ ഫോർമുലയിൽ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ 11/2m എന്ന് മാത്രം എടുത്താൽ മതി. അപ്പോൾ 11/2 × m എത്രയാണ് ഇവിടെ? 20. അപ്പോൾ 11/2 × 20 എന്ന് പറയുമ്പോൾ 110 ഡിഗ്രി എന്ന് വരും. നമ്മളുടെ ആൻസർ 110 ഡിഗ്രിയാണ്. ഞാനിവിടെ എല്ലാ മോഡലിൽ നിന്നും ഉള്ള കണക്ക് ചെയ്യിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്നല്ലാതെ വേറെ ഒരു മോഡലും വരില്ല. ഞാൻ എല്ലാ മോഡലും ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ ഓരോ മോഡൽ മനസ്സിലാക്കി എൻ്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് ആ ഫോർമുലയും ആ ചെയ്യുന്ന മെത്തേഡും മനസ്സിലാക്കി വെച്ചാൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. 12th ക്വസ്റ്റ്യൻ നോക്കാം. സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഉത്തരം നൽകി. പിന്നിട്ട സമയത്തിൻ്റെ 1/3 ശേഷിക്കുന്ന സമയവും തുല്യം. സമയം എത്രയായി? ഇപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം 24 hours ഉണ്ട്, 24 മണിക്കൂറുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കുക. അതിൽ പിന്നിട്ട സമയത്തിൻ്റെ 1/3 ശേഷിക്കുന്ന സമയം തുല്യം. 24 മണിക്കൂറിൽ പിന്നിട്ട സമയത്തിൻ്റെ 1/3 ശേഷിക്കുന്ന സമയം. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമ്മൾക്ക് 24 മണിക്കൂർ വരും. അതാണ് നമ്മളുടെ ആൻസർ കണ്ടുപിടിക്കാനുള്ള വഴി. അപ്പോൾ നമ്മൾക്ക് നോക്കാം. നമ്മളുടെ ടോട്ടൽ സമയം നമ്മൾക്ക് ഒരു ദിവസം 24 മണിക്കൂറാണെന്ന് അറിയാമല്ലോ. പിന്നിട്ട സമയം നമ്മൾക്ക് എക്സ് എന്നെടുക്കാം. ഇവിടെ എളുപ്പത്തിന് വേണ്ടി എക്സ് എന്നെടുക്കുന്നു. അപ്പോൾ ശേഷിക്കുന്ന സമയം എത്രയാണ്? അതിൻ്റെ 1/3 പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ x/3 ശേഷിക്കുന്ന സമയം. അപ്പോൾ x/3യും എക്സും എന്ന് 20 ഇപ്പോൾ x/3 ശേഷിക്കുന്ന സമയമാണ്. ആ ശേഷിക്കുന്ന സമയം നമ്മൾക്കറിയാം. ടോട്ടൽ 24 ആണെങ്കിൽ 24 - x ആയിരിക്കും x/3 എന്ന് നമ്മൾക്കറിയാം. ശേഷിക്കുന്ന സമയം 24ൽ നിന്ന് കഴിഞ്ഞ സമയം എത്ര? ആ കഴിഞ്ഞ സമയത്തിൻ്റെ ബാക്കിയാണ് ശേഷിക്കുന്ന സമയം. അപ്പോൾ x/3 എന്ന് പറഞ്ഞാൽ 24 - x എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് x കണ്ടുപിടിക്കാം. x എന്ന് പറയുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 24 - x. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 24 72 എന്ന് നമ്മൾക്കറിയാം. x × 3 3x. അപ്പോൾ ഇവിടെ x എല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകുമ്പോൾ x + 3x 4x 72 എന്ന് കിട്ടും. 4x 72 ആണെങ്കിൽ x നമ്മൾക്ക് 72 / 4 നമ്മൾക്ക് 18 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് സമയം എന്തായി എന്നതിന് ആൻസർ 18 മണിക്കൂർ എന്നാണ്. അപ്പോൾ 18 മണി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ AM PM വെച്ചാണ് പറയാറ്. അപ്പോൾ 18 - 12 6 PM. അപ്പോൾ നമ്മൾ 18 മണിക്കൂറിനെ PM-ൽ പറയുമ്പോൾ നമ്മൾ 6 PM എന്ന് പറയും. ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമയം എന്തായി എന്ന ചോദ്യത്തിന് ഒരാൾ ഉത്തരം നൽകി. പിന്നിട്ട സമയത്തിൻ്റെ 1/3 ശേഷിക്കുന്ന സമയവും തുല്യം. സമയം എത്രയായി? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം 24 മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത് എന്നുള്ളതാണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
ഞാൻ ചെയ്ത ഈ 12 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ മോഡലിൽ നിന്നും എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒത്തിരി ഈ മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് തന്നെ ഞാൻ ഒത്തിരി എല്ലാ ടോപ്പിക്കും ഏകദേശം ഞാൻ കവർ ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്സും ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ഓരോ എക്സാമിനും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം ലഭ്യമാകുകയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ ഇടുന്നിടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.